നമുക്കിന്ന് എങ്ങനെയാണ് പൈത്തൺ പ്രോഗ്രാം എഴുതുന്നത് ടു ഫൈൻഡ് റിവേഴ്സ് ഓഫ് എ നമ്പർ. നമുക്ക് ഒരു നമ്പറിൻ്റെ റിവേഴ്സ് കാണണമെങ്കിൽ എങ്ങനെ നമുക്ക് പൈത്തൺ പ്രോഗ്രാം ചെയ്യണം എന്ന് നോക്കാം. ഓക്കെ, നമ്പർ. ഓക്കെ, അതിലാദ്യം തന്നെ മനസ്സിലാക്കുക, ഇഫ് ദ നമ്പർ നമ്മൾ പറയുകയാണ് 324 എന്ന് പറയുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പർ 324. ഈ നമ്പറിൻ്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 4 ആദ്യം വരണം, 2 3 4 2 3 ഇതാണ് നമ്മുടെ റിവേഴ്സ്. അപ്പം ഇതിൽ റിവേഴ്സ് ഫൈൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് നോക്കി, ഈ 324 എന്നുള്ള നമ്പറിൽ ആദ്യം എന്താണ് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് ഡിജിറ്റായി, പിന്നെ ബാക്കി എന്തേ ഉള്ളൂ 32. അതിലെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായി? അടുത്ത പൊസിഷനിലേക്ക് വന്നു. പിന്നെ ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 3 മാത്രമേ നമുക്കുള്ളൂ. ആ 3 അതാണ് നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റും ആ നമ്പർ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ അടുത്ത പൊസിഷനിലേക്ക് വന്നത്. ഇങ്ങനെയാണ് ആക്ച്വലി റിവേഴ്സ് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആ ലോജിക്ക് ഇരിക്കുന്നത്. അതായത് 3 2 4 എന്ന് നമ്മൾ ഈ നമ്പർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരേണ്ടത് 4, ആ ലാസ്റ്റ് ഡിജിറ്റ് ആദ്യം വരണം. അപ്പോൾ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ 32 എന്നുള്ള നമ്പറിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? 2, അത് പിന്നെ വരണം. അപ്പോൾ അതും പോയി. ബാക്കി ഇനി എന്തേ ഉള്ളൂ? 3. ആ 3ൽ ലാസ്റ്റ് ഡിജിറ്റും നമ്പറും 3 തന്നെ. പിന്നെ വരേണ്ടതും എന്ത് തന്നെയാണ്? നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരേണ്ടതും ആ നമ്പർ. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ലോജിക്ക്, അല്ലേ? അതായത് ഇങ്ങനെയാണ് നമുക്ക് റിവേഴ്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ ലോജിക്ക്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ 4 ഇടുന്നത് എന്തിൻ്റെ പ്ലേസിലാണ്? 1ൻ്റെ പ്ലേസിലാണ് 4 ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ 2ഓ 10ൻ്റെ പ്ലേസിൽ, ഈ 3ഓ അത് നമ്മുടെ 100ൻ്റെ പ്ലേസിൽ. നോർമലി നമ്മൾ പറയാറില്ലേ മാത്സിൽ 1ൻ്റെ പ്ലേസ് 10ൻ്റെ പ്ലേസ് 100ൻ്റെ പ്ലേസ്. പക്ഷേ ഇത് നമ്മൾ റിവേഴ്സ് ചെയ്തപ്പോൾ നമ്മുടെ 4 എന്തായി? 100ൻ്റെ പ്ലേസിലേക്ക് വന്നു. 2 എവിടെ തന്നെയാണ്? 10ൻ്റെ പ്ലേസിൽ തന്നെയാണ്. 3 അങ്ങോട്ട് പോയി 1ൻ്റെ പ്ലേസിലേക്ക് പോയി. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ റിവേഴ്സ് എഴുതണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിവേഴ്സ് ഫൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? n int ഇൻപുട്ട് എൻ്റർ യുവർ നമ്പർ, അല്ലേ? ആദ്യം നമ്മൾ അതൊക്കെ ചെയ്ത് നമ്പർ മേടിക്കുക, എൻ്റർ നമ്പർ. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിൽ നമ്പർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിവേഴ്സ് കണ്ടുപിടിക്കണം. റിവേഴ്സ് എന്നുള്ളൊരു വേരിയബിൾ സെറ്റ് ചെയ്യുക =0. റിവേഴ്സിന് നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്തു? 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുക? വൈൽ n=0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? നമ്പറിൻ്റെ ലാസ്റ്റ് പൊസിഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് പൊസിഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? n mod 10 ചെയ്താൽ മതി. എന്നിട്ട് അതിനെ എടുത്തിട്ട് നമ്മൾ, അതായത് ആക്ച്വലി ഇത് റിമൈൻഡറാണ്. നമ്മുടെ n mod 10 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് പൊസിഷൻ അതിൻ്റെ റിമൈൻഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ റിമൈൻഡർ REM എന്താണ്? n mod 10. ഇതാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് എന്ത് ചെയ്യണം? നമ്മുടെ REM. ഇത്രയും നമ്മൾ ചെയ്യാം. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? n ഫ്ലോർ ഡിവിഷൻ 10. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ നമുക്ക് എന്ത് വരും? നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രിൻറ്റ് റിവേഴ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്താൽ മാത്രം മതി. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിവേഴ്സ് കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇത് ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഇവിടെ തന്നെ എഴുതാണ്, അതുകൊണ്ട് ഒരു വര വരച്ചത്. പ്രോഗ്രാം ഇതുപോലെ തന്നെ എഴുതണം, വരയൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ എഴുതാൻ വേണ്ടിയാണ് ഒരു ലൈൻ വരച്ചത്. ആദ്യം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 324. അത് കഴിഞ്ഞ് നമ്മൾ n ≠ 0. n എന്ന് പറയുന്നത് 324 ≠ 0 ശരിയാണ്. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് വരും? REMലേക്ക് വരും. ഈ REMലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? n mod 10 എന്ന് പറയുമ്പോൾ എന്താ? 324 ÷ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 324. ഇതാണ് മോഡ് ചെയ്യുന്നതിൻ്റെ, അതായത് റിമൈൻഡറാണ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ 4 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ REM എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എന്ത് വരും?
4 വരും. ഇനി ഓൾറെഡി റിവേഴ്സിൽ എന്തുണ്ട്? 0 ഉണ്ട്. നമ്മൾ 0 അസൈൻ ചെയ്തിട്ടില്ല. അപ്പം 0 × 10 എന്ന് പറഞ്ഞാൽ 0 തന്നെ. 0 + REM, 0 + REM എന്ന് പറഞ്ഞാൽ എന്താ? 4. അതാണ് ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ട് വെക്കുന്നത്? റിവേഴ്സിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ 0 + 4 എങ്ങോട്ട് വെക്കും? റിവേഴ്സിലേക്ക് അസൈൻ ചെയ്യും. റിവേഴ്സ് എന്നുള്ള വേരിയബിളിലേക്ക് അത് കയറിയിരിക്കും. ഇനി എന്താ ചെയ്യുന്നത്? n = n ഫ്ലോർ ഡിവിഷൻ 10. n ഫ്ലോർ ഡിവിഷൻ 10 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? അതായത് ഡിവിഷൻ തന്നെ ഫ്ലോർ ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ n-ൽ നമുക്ക് 32 കിട്ടും. ഇതാണ്, ഇത്രയും കേസാണ് ഫസ്റ്റ് ഒരു തവണ വർക്ക് ചെയ്യുന്ന കേസ്. ഇനി നമുക്ക് n 32 ആയി. ഇനി എന്ത് ചെയ്യും? എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ വൈൽ ലൂപ്പിലേക്ക് പോകും. ഇപ്പം നമ്മുടെ n-ൻ്റെ വാല്യൂ എന്താണ്? 32. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യും. n ≠ 0 ശരിയല്ലേ? 32 ≠ 0 ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്കിനി ചെയ്യേണ്ടത് എന്താ? REM = n mod 10. n mod 10 എന്ന് പറഞ്ഞാൽ എന്താ? 32 / 10. 32 / 10 ചെയ്ത് എന്താ വരിക? 3, 30, റിമൈൻഡർ 2. അപ്പോൾ REM-ലേക്ക് എന്ത് വരും? REM-ലേക്ക് വരുന്നത് 2 ആയിരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് എന്താ ചെയ്യേണ്ടത്? REM. റിവേഴ്സ് ഇൻറ്റു 10 + REM. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നോക്കിയേ, നമ്മുടെ നേരത്തെ റിവേഴ്സിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ട്? 0 + 4 ചെയ്യുമ്പോൾ നമ്മുടെ റിവേഴ്സിൻ്റെ വാല്യൂ എന്താ? 4 ആണല്ലേ? അപ്പം നമ്മുടെ റിവേഴ്സിൻ്റെ വാല്യൂ ഇപ്പം നിലവിൽ എന്താ? 4. 4 × 10 എത്രയാ? 40 പ്ലസ് റിമൈൻഡർ എത്രയാ? 2. അപ്പോൾ എത്രയായി? 4 × 10 + 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 42. ഇപ്പം നമ്മുടെ റിവേഴ്സിൽ എന്തുണ്ട്? റിവേഴ്സിൽ 42. ഇനി നമ്മൾ എന്താ ചെയ്യുക? n = n ഫ്ലോർ ഡിവിഷൻ 10. ഫ്ലോർ ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാല്യൂ എത്രയാണ് വരിക? 3. അപ്പോൾ ഇപ്പം n എത്രയായി? n 3 ആയി. ഇനി എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും n ≠ 0 ചെക്ക് ചെയ്യാൻ വരും വൈൽ ലൂപ്പിലേക്ക്. അപ്പോൾ എന്താ? 3 ≠ 0 ശരിയല്ലേ? ശരിയാണ്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ REM = എന്ത് ചെയ്യും? എന്താണ്? നമ്മുടെ n ആണ്. n mod 10 ചെയ്യും. n mod 10 ചെയ്യുമ്പോൾ 3 mod 10 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ ശരിക്കും 0 പോയിൻ്റ് വരും. അപ്പം ഇവിടെ റിമൈൻഡർ എന്ത് തന്നെ വരിക? റിമൈൻഡർ 3 തന്നെയാണ് വരിക. നമ്മളിത് നോക്കണ്ട. റിമൈൻഡർ 3 തന്നെയാണ് വരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 3 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 3 തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണം? റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് എന്താ നമുക്ക് ചെയ്യേണ്ടത്? REM. അപ്പോൾ ഓൾറെഡി നമ്മുടെ റിവേഴ്സിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 42. അപ്പോൾ 42 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42 × 10 പ്ലസ് REM-ൽ ഇപ്പോൾ എത്രയുണ്ട്? REM-ൽ നമ്മുടെ വാല്യൂ 3 ഇരിപ്പുണ്ട്. REM-ൽ എത്രയാണ് നമ്മുടെ വാല്യൂ ഇപ്പോൾ ഇരിക്കുന്നത്? 3. 42 × 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 420 പ്ലസ് 3. 420 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താ? 423. അപ്പം നമ്മുടെ റിവേഴ്സിൽ ഇപ്പോൾ എന്ത് കിട്ടി? റിവേഴ്സിൽ 423 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? n = n ഫ്ലോർ ഡിവിഷൻ 10. ഫ്ലോർ ഡിവിഷൻ ചെയ്താൽ നമുക്ക് എന്ത് വരും? നമ്മുടെ വാല്യൂ 0. അപ്പോൾ n എന്തായി? 0 ആയിട്ടുണ്ട്. ഇനി എഗെയിൻ വൈൽ ലൂപ്പിൽ ചെക്ക് ചെയ്യാൻ വരും. എന്താ? n ≠ 0 ചെക്ക് ചെയ്യാൻ വരും. വൈൽ n ≠ 0 ചെക്ക് ചെയ്യാൻ വരും. ഇപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയാ? നമ്മുടെ n-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ≠ 0 എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടീഷൻ തെറ്റി. അപ്പോൾ എന്താ? വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പ്രിൻറ്റ് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിവേഴ്സിന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ റിവേഴ്സിൽ ആക്ച്വലി എന്തിരിപ്പുണ്ട്? നമ്മുടെ റിവേഴ്സിൽ 423 ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും? 423 എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ റിവേഴ്സ് കാണുന്നത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് റിവേഴ്സ് കണ്ടുപിടിക്കുന്നത്? അതിനുള്ള പ്രോഗ്രാം എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്പർ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ റീഡ് ചെയ്യുക. n = int input enter a നമ്പർ റീഡ് ചെയ്യുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് റിവേഴ്സ്
റിവേഴ്സ് ഈക്വൽ ടു 0 അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. റിവേഴ്സ് ഇസ് ഈക്വൽ ടു 0. ദെൻ നമ്മൾ ചെയ്യേണ്ടത് വൈൽ n നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, n നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ കോളൻ ഇടുക. നമ്മൾ എന്ത് ചെയ്യണം? കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? റിമൈൻഡർ rem ഈക്വൽ ടു n മോഡ് 10. n മോഡ് 10 ആണ് നമുക്ക് ചെയ്യേണ്ടത്. n മോഡ് 10 നമ്മൾ ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് rem എന്ന് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? n ഈക്വൽ ടു n ഫ്ലോർ ഡിവിഷൻ 10 ചെയ്യണം. ഇത്രയും ചെയ്യാനേ ഉള്ളൂ ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വൈൽ ലൂപ്പിൻ്റെ പുറത്തേക്ക് പോവുക. ദെൻ പ്രിൻറ്റ് കോട്ട്സിൽ റിവേഴ്സ് ഈക്വൽ ടു കോട്ട്സ് ക്ലോസ് ചെയ്ത് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ റിവേഴ്സിനെ എടുത്ത് വയ്ക്കണം. റിവേഴ്സ് ഓക്കെ, റിവേഴ്സ് ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻട്രി നമ്പർ ഞാനിവിടെ 324 കൊടുത്തു. ദെൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഇസ് ഈക്വൽ ടു 423 എന്ന് വന്നു. ഇത്രയാണ് ആക്ച്വലി നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ.